ലോകത്ത് മനുഷ്യൻ ഏറ്റവും ആശങ്കയും ആകാംക്ഷയുമുള്ളത് ലോകാവസാനത്തെ പറ്റിയിട്ടാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുക ആദ്യം നമ്മുടെ മരണത്തെപ്പറ്റി ഒരു ഭയപ്പാടുണ്ടാകുന്ന ചിന്ത അതാണ്. രണ്ടാമത് ലോകത്തിൻ്റെ മുഴുവൻ മരണം, അതായത് ലോകാവസാനം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ, അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം പലതവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പലതവണ അതിൻ്റെ ഡേറ്റും കുറിച്ചതാണ് നമ്മൾ. ആ തീയതികളൊക്കെ പക്ഷെ പാളിപ്പോയി. പലപ്പോഴും കുറിച്ച ഡേറ്റുകളെല്ലാം പ്രത്യേക സാഹചര്യങ്ങളിൽ ഇല്ലെങ്കിൽ പുരാതനമായ എന്തെങ്കിലും തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തുകയായിരുന്നു. മായൻ കലണ്ടർ പ്രകാരം 2012 ലോകാവസാനത്തിൻ്റെ ഒരു തീയതി കുറിക്കപ്പെട്ട കാലം. അതും കടന്നുപോയി. നമ്മളിന്ന് 2025 അതിനേറെ മുമ്പ് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായ ചില വിഭാഗക്കാർ പുതിയ മില്ലേനിയം ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചിരുന്നു. അതായത് 2000 ആണ്ട് പിറക്കുന്നത് ലോകാവസാനത്തിലേക്കാണ് എന്നായിരുന്നു ഒരു കാലഘട്ടത്തിൽ ചില വിഭാഗക്കാർ ചിന്തിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതും കടന്നുപോയി. ആ കാലഘട്ടവും കടന്ന് ഈ പറഞ്ഞ മായൻ കലണ്ടർ അവസാനിക്കുന്ന 2012 കഴിഞ്ഞ് നമ്മൾ 2025 പ്രവചനങ്ങൾക്ക് പിന്നെയും പഞ്ഞമില്ല. ഒരുപാട് കാലഘട്ടത്തിൽ ഒരുപാട് രീതിയിൽ പല പല ഉദാഹരണങ്ങൾ വെച്ച് ലോകത്തിൻ്റെ അവസാനം പ്രവചിക്കുകയും ലോകം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. നമുക്കും ഏതാണ്ട് ഉറപ്പാണ്, ജനിച്ചാൽ മരിക്കണം. അതുപോലെ ഒരു സൃഷ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിർമ്മിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ആയുസ്സുണ്ട്. അത് കഴിയുമ്പോൾ എല്ലാ പദാർത്ഥവും നശിക്കും. അത് ചരമായാലും അചരമായാലും ശരി തന്നെ. അങ്ങനെ ഒരു പ്രവചനമെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ശാസ്ത്രീയ പിന്തുണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇലോൺ മസ്കാണ് ഇങ്ങനൊരു വസ്തുതയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് മെയ് 6 ഫോക്സ് ന്യൂസ് സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിലാണ് ഇലോൺ മസ്ക് പറയുന്നത് ലോകാവസാനം ഉടനെ സംഭവിക്കുമെന്നാണ്. ഉടനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് നാളെ സംഭവിക്കുമെന്നല്ല, കുറച്ച് കാലമെടുക്കും. ഭൂമിക്ക് ഒരു ആയുസ് ശാസ്ത്രജ്ഞർ പ്രവചിച്ചിട്ടുണ്ട്. അതായത് ഇത്ര കാലം കഴിയുമ്പോൾ സൂര്യൻ, അതായത് ബിഗ് ബാങ്ങിൻ്റെ ഭാഗമായി സൂര്യൻ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രഹങ്ങൾക്കും അകലമുണ്ട്. നിശ്ചിത അകലത്തിലേക്ക് അവ മാറുന്നുണ്ട്. ഈ സൂര്യൻ്റെ വ്യാപ്തി വർദ്ധിക്കുമെന്നും അത് ചൂട് കൂടുമെന്നും ഭൂമിയിലെ സമുദ്രമെല്ലാം തിളച്ചുമറിഞ്ഞ് വറ്റിപ്പോകുമെന്നും ആ ഘട്ടത്തിൽ ഭൂമിയിൽ ജീവിതം സാധ്യമല്ലെന്നുമൊക്കെ ആയിരുന്നു പറഞ്ഞത്. അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഇലോൺ മസ്കും പറഞ്ഞിരിക്കുന്നത്. ജെസ്സി വാട്ടേഴ്സുമായിട്ടുള്ള അഭിമുഖത്തിലാണ് ചൊവ്വയുടെ കോളനിവൽക്കരണത്തിലൂന്നിയുള്ള ഭൂമിയുടെ അവസാനവും മസ്ക് പ്രവചിച്ചത്. അതായത് ഭൂമിയുടെ അവസാനത്തിനോടൊപ്പം തന്നെ ചൊവ്വയിലേക്ക് മനുഷ്യർ കുടിയേറണമെന്നാണ് മസ്ക് പ്രവചിച്ചത്. ഭൂമിയെ ആശ്രയിച്ച് മാത്രം മനുഷ്യരാശിക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇതിനകം തന്നെ മസ്ക് ഇത് പലതവണ വിശദീകരിച്ചിട്ടുണ്ട്. ചൊവ്വയിൽ സ്ഥിരതാമസമാക്കുക എന്നതൊരു സ്വപ്നത്തേക്കാൾ അപ്പുറം ആവശ്യകതയാണെന്നാണ് മസ്ക് പറയുന്നത്. മസ്കിൻ്റെ ഒരു വാചകം ഇങ്ങനെയാണ്: ഭൂമി സ്ഥിരതയുള്ളതാണെന്ന് ഇപ്പോൾ തോന്നിയേക്കാം, എന്നാൽ ഭാവി നൽകുന്ന ചിത്രം അതല്ല. സൂര്യൻ്റെ ചൂടും പ്രകാശവും വർദ്ധിക്കുകയും കാലക്രമേണ ഭൂമിയുടെ അന്തരീക്ഷം ഇല്ലാതാവുകയും സമുദ്രങ്ങൾ തിളച്ചുമറിയാൻ കാരണമാവുകയും ചെയ്യുമെന്ന് മസ്ക് പറയുന്നു. നാളെ തന്നെ സംഭവിക്കില്ല എങ്കിലും ഏകദേശം 480 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ ജീവൻ അസാധ്യമാകുമെന്നാണ് മസ്കിൻ്റെ കണക്കുകൂട്ടൽ. ശരി, 480 ദശലക്ഷം വർഷം. നമ്മളുടെ തലമുറകൾ പോലും ഉണ്ടാകുമോ, മനുഷ്യർ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് പോലും അറിയില്ല. 1000 വർഷങ്ങൾക്കപ്പുറം എങ്ങനെയായിരിക്കും മനുഷ്യരെന്ന് പോലും പ്രവചിക്കാൻ കഴിയില്ല. 100 വർഷം തന്നെ അതികഠിനമാണ്. അതിനപ്പുറം എന്താണ് നമുക്കറിയാം. ഈ നൂറ്റാണ്ടിലുണ്ടായ മാറ്റങ്ങൾ തന്നെ കഴിഞ്ഞ 25 വർഷം, ഈ നൂറ്റാണ്ട് പിറന്നിട്ട് 25 വർഷം കൊണ്ട് ലോകത്ത് എന്തൊക്കെ മാറ്റമുണ്ടായി. അതെല്ലാം പോട്ടെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 100 വർഷം മുമ്പ് ഈ ഭൂമി ഇങ്ങനെയായിരുന്നു, നമ്മളിങ്ങനെയായിരുന്നു. എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കൂടി കഴിയില്ല. എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ കൂടി കഴിയില്ല. 100 വർഷം മുമ്പ് അങ്ങനെ കേൾക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു. 1000 വർഷം മുമ്പ് അപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇനി 1000 വർഷം കഴിഞ്ഞാലോ? അപ്പോൾ ഇത് മാറിയേക്കാം. ഇതിനപ്പുറം എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നുള്ളതും പ്രവചനാതീതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മസ്കിൻ്റെ കണക്കുകൂട്ടലുകളിൽ ഭൂമിയുടെ അവസാനം 480 ദശലക്ഷം വർഷങ്ങൾക്കപ്പുറത്താണ്. അപ്പോൾ അത്രയും കാലമുണ്ട്. ആശങ്കപ്പെടാനോ ചിന്തിക്കാനോ അതിനെപ്പറ്റി വേവലാതിപ്പെടാനോ നമുക്കിപ്പോൾ വകയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം. എങ്കിലും മസ്കിനെ പോലുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് മാനവരാശിയുടെ മുഴുവൻ കാര്യത്തെയാണ്.
ഒരു ശുഭാപ്തി വിശ്വാസവും കൂടെ അതിൽ കൂടെ മസ്ക് നൽകുന്നുണ്ട്. ലോകം അത്രയും വർഷം കഴിയുമ്പോഴും മനുഷ്യരാശി ഉണ്ടാകുമെന്നും അന്നും മനുഷ്യർ സുഖമായി ജീവിക്കണമെന്നും അങ്ങനെ ഒരു ജീവിതത്തിനായി ചൊവ്വ പോലുള്ള ഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും അവിടെ സ്വസ്ഥമായ ഒരു ജീവിതത്തിന് അവസരമൊരുക്കണമെന്നും ഒക്കെയുള്ള ദീർഘദർശിയായ ഒരു ചിന്തയാണ് മസ്ക് പങ്കുവയ്ക്കുന്നത്. സൂര്യൻ ക്രമേണ വികസിക്കുകയാണ്. ഒടുവിൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും സൂര്യനാൽ ഇല്ലാതാകും. അതിനാൽ ഒരു ഘട്ടത്തിൽ നമുക്ക് മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. കാരണം ഭൂമി കത്തിച്ചാമ്പലാകും, മസ്ക് പറയുന്നു. ഒരുതരം ലൈഫ് ഇൻഷുറൻസ് ആയാണ് ചൊവ്വയെ മസ്ക് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യരാശിയും മറ്റ് ജീവജാലങ്ങളും സംരക്ഷിക്കുന്നതിന് ഉള്ള ഒരു മാർഗമാണിതെന്നും മസ്ക് പറയുന്നുണ്ട്. ചൊവ്വയുടെ കോളനിവൽക്കരണം ഇതിനകം തന്നെ മസ്കിൻ്റെ മനസ്സിലുള്ള പദ്ധതിയാണത്. മസ്ക് സ്പേസ് എക്സ് ഇതിൻ്റെ സാധ്യതകളൊക്കെ പറ്റി വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മനുഷ്യരെ അടക്കം ചൊവ്വയിൽ എത്തിക്കാനുള്ള സ്റ്റാർഷിപ്പ് എന്നറിയപ്പെടുന്ന പുനരുപയോഗ റോക്കറ്റ് സ്പേസ് എക്സ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിജയിച്ചാൽ ചൊവ്വയിൽ മറ്റൊരു നാഗരികത സ്ഥാപിക്കാൻ കഴിയുമെന്നാണ്, ചൊവ്വയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുമെന്നും അത് താങ്ങാവുന്ന വിലയിൽ സാധ്യമാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും മസ്ക് വിശ്വസിക്കുന്നു. അത് മസ്ക് അതിനെപ്പറ്റി പറയുന്നുണ്ട്. 450 ദശലക്ഷം വർഷം എന്നുള്ളത് വലിയ കാലയളവാണെങ്കിലും ചൊവ്വയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തുടങ്ങേണ്ടത് അനിവാര്യമാണെന്നും മസ്ക് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ദീർഘദർശനം മനുഷ്യൻ്റെ പുരോഗമനം അവൻ്റെ ജീവിതത്തെയും പറ്റിയുള്ള ദീർഘദർശനമാണ് എല്ലാ കാലത്തും മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ചിട്ടുള്ളത്. നാളേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് അഭിമുഖീകരിക്കാനായി ഇന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാഴ്ചപ്പാട് പൂർവികർ അവർ പണ്ടേ ചെയ്തതുകൊണ്ടാണ് പല വസ്തുക്കളും നമുക്കിന്ന് ലഭിച്ചത്. പണ്ട് തുടങ്ങിയ എഡിസനെ പോലുള്ള വലിയ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ ചെറിയ ചെറിയ കണ്ടുപിടുത്തം മുതൽ വലിയ 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 വിപ്ലവങ്ങൾ വരെ അവർ സൃഷ്ടിച്ചത് അതിലൂടെയാണ്. ആ ദീർഘദർശനം, ഭാവിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കരുതൽ, അതിൽ നിന്നുള്ള സംഭാവനകളൊക്കെയാണ് ഇന്ന് ലോകത്തിനെ ഇത്രയേറെ മാറ്റിയിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഈ കാലഘട്ടത്തിലും നാളേക്ക് വേണ്ടിയിട്ട്, വരും കാലത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ 450 ദശലക്ഷം വർഷം എന്ന് പറയുന്നതിന് ഇന്നു മുതൽ തന്നെ തുടക്കം കുറിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി മസ്ക് പറയുമ്പോൾ അതെത്രയും വലിയ വീക്ഷണമാണ്, അതെത്രയോ കാലത്തെ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു വീക്ഷണമാണ് എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ പറയുന്നത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് മനുഷ്യർ താമസിക്കാൻ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തെ പറ്റിയാണ്. അത് ഭാവിയിൽ ഉണ്ടാകും എന്ന് മസ്ക് പറയുന്നുണ്ട്. ശരിയാണ്, ഭൂമി ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഗവേഷണങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഭൂമിയുടെ പുറത്തു നിന്നുള്ള ചൂട്, അതായത് സൂര്യനിൽ നിന്നുള്ള ചൂടേറ്റ് ഭൂമിയുടെ അന്തരീക്ഷമാകെ മാറും. ഇപ്പോൾ തന്നെ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയുള്ള വാക്കുകൾ. പക്ഷേ അത്രയേറെ ചൂട് വർദ്ധിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ ആർട്ടിക് മേഖലയെല്ലാം ഉരുകി ഇറങ്ങുമ്പോൾ ഭൂമി പിന്നെ വെള്ളത്താൽ മുക്കപ്പെടുമെന്നൊരു തിയറിയും ജിയോളജിസ്റ്റുകളെല്ലാം പങ്കുവച്ചിരുന്നു. കാലത്തിൽ അത് വലിയൊരു ചൂട് കൂടിക്കഴിഞ്ഞാൽ, അധികമൊന്നുമില്ല, ചെറിയ തോതിലുള്ള ഒരു ചൂടിൻ്റെ വർധനവ് തന്നെ, സൂര്യാതപത്തിൻ്റെ വർധന ഉണ്ടായാൽ തന്നെ ആർട്ടിക് മേഖലയിലുള്ള മഞ്ഞുരുകിയാൽ, അവിടെ ഇങ്ങനെ ഉയർന്ന തോതിലുള്ള മഞ്ഞ് ഉരുകിക്കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പല ദ്വീപ രാഷ്ട്രങ്ങളും വെള്ളത്തിനടിയിലാകും. അത് വർദ്ധിക്കുകയാണെങ്കിൽ ഭൂമിയുടെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലേക്ക് പോകുമെന്നാണ് പറയപ്പെടുന്നത്. അതെന്തായാലും ചെറിയ കാര്യമല്ല. മസ്കിൻ്റെ ഈ ദീർഘവീക്ഷണം, അതിലൂടെ ലോകാവസാനം, ചൊവ്വയിലേക്കുള്ള കുടിയേറ്റം, ഇതെല്ലാമാണ് ഇപ്പോൾ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.